ാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരികൾക്ക് ഇന്ന് നമ്മുടെ മക്കൾ അടിമകളായി കൊണ്ടിരിക്കുന്ന കാലമാ. നബി തങ്ങൾ പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മതി, അവസാനം ഒരു കാലഘട്ടം കടന്നു വരികയാ. കടന്നു വരുമ്പോ മാതാപിതാക്കളും മക്കളെ ഭയപ്പെടുന്ന കാലമാ. മാതാപിതാക്കളും മക്കളെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നു വന്നോ. നബി തങ്ങൾ പറയുന്നു, ഫംതലിരിസാ, നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക. ഇന്ന് വരെ ഈ മണിയമ്പാറയിലെ ഉമ്മമാര് ഇന്ന് വരെ 2 കണ്ണുകൾ കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ, എന്റെ വാപ്പമാര് 2 കണ്ണുകൾ കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറയുകയാ, 1000 കണ്ണുകളോടെ ജീവിക്കേണ്ട കാലമാ, 1000 ശ്രദ്ധയോടെ കഴിയേണ്ട യുഗമാ. എന്റെ പ്രിയമുള്ളവരെ, ഈ വിനീതന്റെ നാടിന്റെ പരിസരത്ത് ഏതാനും കിലോമീറ്റർ ചുറ്റളവിലാണ് തിരുവനന്തപുരം ജില്ലയില് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കൂട്ടക്കുരി നടന്നത് നമ്മൾ കണ്ടതാണല്ലോ. ആരാ നാമധാരി? അഫ്ഫാൻ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയാണല്ലോ. വെറും 25 വയസ്സ് പോലും തികയാത്തൊരു ചെറുപ്പക്കാരനാ. അല്ലാ അല്ലാ, നിസാരമായ മണിക്കൂറുകൾ കൊണ്ട് 5 പേരെ കൊലപ്പെടുത്താൻ മാത്രം അവന്റെ തലച്ചോറിനെ കാർതിന്നത് ലഹരി എന്ന് പറയുന്ന മാരകമായ വൈറസ് ആണല്ലോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപകടകരമായ ഏറ്റവും വലിയ വൈറസ് എന്താ? അത് കൊറോണയല്ല, അത് കോവിഡ് അല്ല, അത് പ്രളയമല്ല, അത് ക്യാൻസർ അല്ല, അത് ട്യൂമർ അല്ല. എന്തെന്നറിയോ? അത് ലഹരികളാ, ലഹരികളാ. അതുകൊണ്ട് സ്നേഹനിധികളായ രക്ഷകർത്താക്കളോട്, എന്റെ മാതാപിതാക്കളോട് പറയാ, രാത്രി 9 മണിയായ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിനകത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് നിങ്ങളൊന്ന് തിരിച്ചറിയണേ. നിങ്ങൾ പറയൂല, ഉസ്താദേ ഇപ്പൊ എന്റെ മക്കൾക്ക് കൂട്ടുകെട്ടില്ല, എന്റെ മക്കൾക്ക് കൂട്ടുകെട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, അവൻ എപ്പോഴും വീട്ടിൽ തന്നെയാ. വല്ലാത്ത സ്നേഹമാ. അപകടമാണ് ഉമ്മ, അപകടമാണ് എന്റെ വാപ്പ. കാരണം എന്തെന്നറിയോ? പതിവില്ലാതെ നിങ്ങൾക്ക് മക്കൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയാ, നിങ്ങളുടെ മക്കൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കണേ, പഠിക്കണേ, ചിന്തിക്കണേ. ആ മക്കളെ ലഹരികൾ കടിമകളാകുന്നതിന്റെ അടയാളമാ. എത്ര തലമുറകളാണെന്ന് കൈവിട്ടു പോകുന്നത്. സ്വന്തം കൂടപ്പറപ്പിന് കുഴിമന്ത് വാങ്ങിക്കൊടുത്ത് കഴിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ചുറ്റിക കൊണ്ട് തലക്കടിച്ചുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതെന്താ? അല്ലാഹുവേ, ആ 13 വയസ്സുള്ള അഫ്സാൻ എന്ന് പറയുന്ന പൊന്നുമോന്റെ കണ്ണുപോലും ദൂരേക്ക് തെറിച്ചു പോയി എന്നാ. ഇത്രമാത്രം മൃഗീയമായി കൊലപ്പെടുത്താൻ അഫ്സാൻ എന്ന് പറയുന്ന മനുഷ്യനെന്ന് പറയാൻ കഴിയില്ല. ആ നരാധവന്റെ തലച്ചോറ് നഷ്ടപ്പെടുത്തിയത് എന്തിന്റെ പേരിലാ? അത് ലഹരിയുടെ പേരിലാ. ഇന്ന് ലഹരികൾ കടിമകളാകുന്ന കാലമാ. അതിനെതിരെ പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. ദിവസങ്ങളോളം മാസങ്ങളോളം വലവിരിച്ചുകൊണ്ട് MDMA-യും അതുപോലെ കഞ്ചാവും പിടിച്ചെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന നബിദിനത്തിന്റെ റാലി വരുന്നത് പോലെ സംഘടനക്കാര് കടന്നു വരികയാ. കൊടിയുടെ നിറം പിടിച്ചുകൊണ്ട് സംഘടനക്കാര്, പാർട്ടിക്കാര് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരികയാ. എന്ന് കടന്നു വന്ന് പോലീസിന് പലതും കൊടുത്തുകൊണ്ട്, പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, നിസ്സാരമായി ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ടുപോകാനെന്ന് പാർട്ടിക്കാര് ഒരുപാട് ഇറങ്ങിയിരിക്കുന്ന കാലമാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സംഘടനക്കാര് തീരുമാനമെടുക്കണം, അധികാരികൾ തീരുമാനമെടുക്കണം. സിനിമയിലൂടെയുള്ള ലഹരികൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണമെടോ. സിനിമയിലൂടെ എന്തിനാണ് ഫിലിം തുടങ്ങുമ്പോ, സിനിമ തുടങ്ങുമ്പോ പുകവലി ഹറാമാ, പുകവലി നിങ്ങൾ വലിക്കാൻ പാടില്ല, അത് ശിക്ഷാർഹമാണ്, ശരീരത്തെ കാർന്നു തിന്നുന്ന വൈറസാണെന്ന് എഴുതി കാണിക്കുന്നത് എന്താ? ഈ കേരളത്തിന്റെ, സാക്ഷര കേരളത്തിന്റെ സിനിമാ ഫീൽഡ് ഉണ്ടല്ലോ, അതിന്റെ സംവിധായകന്മാരെ കള്ളുകുടിയുണ്ടല്ലോ, കഞ്ചാവുണ്ടല്ലോ, ലഹരികളുണ്ടല്ലോ. അത് നിർത്തിയിട്ടെന്തേ സിനിമ തയ്യാറാക്കാത്തത്? ഈ സിനിമാ ലോകം ഇന്ന് ഈ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താ? ഒരുപാട് കൊലയാളികൾ നൽകിയില്ലേ? ഈ 2025 പ്രഭാതം പൊട്ടിവിടർന്നപ്പോ എത്ര കൊലപാതകങ്ങളുടെ കഥയാ നമുക്ക് വായിക്കാനുള്ളത്. 10 മാസം ഗർഭം ചുമന്ന ഉമ്മാന് ഗർഭം ചുമന്നതിന്റെ സമ്മാനമാണ് താമരശ്ശേരിയിലെ ആശിക് എന്ന് പറയുന്ന ഒരു മൃഗീയമായ പൊന്നുമോൻ സമ്മാനം കൊടുത്തത് കേരളത്തിലാ. അല്ലാഹുവേ,
നമ്മുടെ ഈ സാക്ഷര കേരളത്തില് പഠനത്തിന് വേണ്ടി കടന്നു വന്നുപോയ വിദ്യാർത്ഥികളുടെ ശരീരത്തില് പൊക്കിൾക്കൊടിയില് കോമ്പസ് കുത്തിയിട്ട് ലോഷൻ ഒഴിച്ചുകൊണ്ട് മൃഗീയമായി പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാ. 2 ദിവസം മുമ്പ് എറണാകുളം ജില്ലയിലെ കൊച്ചിയില് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പെൺമക്കളെ പോലീസ് പിടിച്ചില്ലേ? വീട്ടിൽ അറിയുമെന്ന് കരുതി അല്ലാഹുവേ, വഞ്ചിയിൽ നിന്ന്, കപ്പലിൽ നിന്ന്, ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി പോലീസുകാരെടുത്തു ചാടി ആ മക്കളെ രക്ഷിക്കുകയാണ്. കൂടെയുണ്ടായിരുന്ന ചെറുപ്പക്കാരെ ബാഗ് പരിശോധിക്കുമ്പോ ആ 15ഉം 16ഉം 20ഉം വയസ്സായ മക്കളുടെ ബാഗിലുണ്ടായിരുന്നത് ഒരു തലമുറകൾക്ക് മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ലൈംഗിക നിരോധിത ഉറകളാണെന്ന് മീഡിയയിലൂടെ നമ്മൾ പഠിക്കുമ്പോ നമ്മുടെ തലമുറകൾ നമ്മൾ നശിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഇനി നമുക്കൊരു അഫാന് നമുക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു ചെന്താമര നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവര്, ഈ മഹല്ല കമ്മിറ്റി തീരുമാനമെടുക്കേണ്ട കാലമാ. സംഘടനക്കാർ ചേർന്ന് നിൽക്കേണ്ട സമയമാണല്ലോ. ലഹരി വേണ്ട, തീരുമാനം ഉറച്ചതാകട്ടെ. സംഘടനയുടെ കൊടി പിടിച്ചാ പോരാ, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാ പോരാ, മഹലിന് വേണ്ടി ഓടിമടന്നാ പോരാ. ഈ സമുദായത്തിന്റെ മക്കള് കഴുകക്കണ്ണുകളോടെ, കാമക്കണ്ണുകളോടെ കൊത്തി വലിക്കാമിക്കുന്ന കാപാലികന്മാരെ തിരിച്ചറിയാ നമുക്ക് കഴിയണമല്ലോ. അതുകൊണ്ട് ആ മക്കളെ നമ്മൾ തിരിച്ചറിയണം. ആ മക്കളെ സമുദായത്തിന്റെ നേരെ നമുക്ക് സമുദായത്തിന് ഉപകാരപ്പെടുത്താൻ കൊണ്ടുവരണമല്ലോ. 90 വയസ്സുള്ള ഉമ്മാന്റെ തലക്കടിച്ചു കൊല്ല ഒരു മകന് കഴിഞ്ഞെങ്കില് 10 മാസം ചുമന്ന ഉമ്മാന്റെ കഴുത്തിൽ പിടിച്ച് തലക്കടിച്ചിട്ട് ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കടിക്കുകയാ. അല്ലാഹുവേ, തലമുറകളെ നന്നാക്കണയല്ല, തലമുറകളെ നന്നാക്കണയല്ല. ഈ സമുദായം ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖേദപ്രകടനം നടത്തേണ്ട സമയമാണ്. നീ കാക്കണയല്ല. നബി തങ്ങൾ പറയുന്ന സ്വഹാബ, ആ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുന്ന വിഭാഗം